ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാരും എയറിലാണ്. ഇന്ന് കണ്ട പുതിയ പേരുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജയസൂര്യ വരെ ഉണ്ട്. ഇടവേള ബാബു, സിദ്ദിഖ്, ബാബുരാജ്, രഞ്ജിത്ത്, വലിയ മാന്യന്മാരാണ് ഇവരെല്ലാരും. എല്ലാരും ഉണ്ടായിരുന്നു ലിസ്റ്റിൽ. പലപേരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഹേമ കമ്മീഷൻ പണ്ട് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ പല നടിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ മാക്സിമം ഇവരൊക്കെ ഇപ്പോഴാണ് വെളിയിലോട്ട് വന്ന് ഇവരുടെ പ്രോബ്ലംസും ഇവര് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ പറയുന്നത്. ഇപ്പൊ അവർക്ക് ഒരു ധൈര്യം വന്നു. ഹേമ കമ്മീഷനിൽ അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാ പേജസ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇനിയും പല പ്രമാണികളുടെയും പേര് വരാൻ ചാൻസ് ഉണ്ട്. നടന്മാരുടെ കിളി പോയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്റെ പേരെങ്ങാണോ ആണോ ആദ്യം പറയാൻ പോകുന്നത്, ഇനി എന്റെ പേര് അടുത്ത് പറയാൻ പോകുന്നുണ്ടോ? മാമുക്കോയൊക്കെ മരിച്ചുപോയി, അയാളുടെ പേര് വരെ ഉണ്ട് ലിസ്റ്റിനകത്ത്. പക്ഷെ ജയസൂര്യയിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സീരിയസ്ലി, സ്ത്രീകളെല്ലാം കോൺഫിഡൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിരി ചാവേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രോളന്മാര് ഉബൈദ് പിന്നെ PK ട്രോൾസ് എന്ന് പറഞ്ഞ ഈ രണ്ട് ടീംസിന്റെ വീഡിയോസ് നിങ്ങളൊന്ന് എടുത്ത് കണ്ടു നോക്ക്. എന്റെ പൊന്നു, അന്യായ ട്രോളാണ് ട്രോൾ ചെയ്യുന്നത് ഇവന്മാരെ എല്ലാം. ഇനി ഭാവിയിൽ ഇവന്മാർ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെയും ഇത് എഫക്ട് ചെയ്യും കേട്ടോ. ഇവരിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർ അഭിനയിക്കാൻ പോകുന്നതും നടിയെ ആക്രമിച്ചതിന്റെ ആ കേസിൽ അയാളുടെ അവസ്ഥ ഇപ്പോഴും, അതിനി പ്രതിയാണോ പ്രതിയല്ലയോ നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ അയാളുടെ അവസ്ഥ കളസം ഇല്ലാതല്ലേ പാവം കിടന്ന് ഓടുന്നത്. ഏതെങ്കിലും പടം ഹിറ്റ് ആവുന്നുണ്ടോ? രണ്ടൊന്ന് ട്രോള് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഇവിടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. കേട്ട് തെറ്റില്ല. എന്നിട്ട് വന്നിട്ട് പറയാം, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും. എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള ഇരുകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാ. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാലെണ്ണം വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാപികളാവും. ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. ഒരു വശത്ത് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. പണ്ടത്തെ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതാണ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടതായിരുന്നു. പേടിപ്പിച്ചോണ്ട് ജയിലോട്ടല്ലേ അവിടുത്തെ തടുവാരോടെ മരണം ഇടിയിട്ടുള്ള സത്യം. ഇത് ഫോട്ടോ, അവർ രണ്ടുപേരുടെയും പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു മുകേഷ്. ഇവിടുത്തെ കമ്മിറ്റി എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? മുകേഷ്. ഉറപ്പല്ലേ? ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ വാസ്ക വെച്ച് അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട. നിങ്ങൾ ചെയ്ത വൃത്തിയുടെയൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേക അന്തസ്സൊക്കെ ഉണ്ടാവുന്നത്? വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഉറപ്പാ വലിയ ബിരുദമൊന്നും വേണ്ട, ചില ചില്ലറ പൊടിക്കൈകൾ മതി. മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ, ഞാൻ അറിയാതെ അങ്ങോട്ട് നുഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവം മലയാള സിനിമ നടക്കില്ല, മനസ്സിലാക്കിക്കോ. ചിലപ്പോ ഞാനൊരു തുമ്മിനായി പോയതുകൊണ്ടായിരിക്കും. സമാജം പ്രസിഡന്റ് ആയിട്ട് വിലസല്ലേ. കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളും. എപ്പോഴും മീറ്റിംഗ് ആണ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. അത്യാവശ്യം അനുയായികളുള്ള ഒരു പാർട്ടി നേതാവ് ഇങ്ങനെ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വെച്ചാൽ എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്കൊരു ടച്ച്, ഒരേ ഒരു ടച്ച്. കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ മണിയമ്പിള്ള രാജ ആള് ഞാൻ വണ്ടി ഓടിച്ച് ലൊക്കേഷനിലോട്ട് പോണു. ചോദിക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു. ഹസ്ബൻഡ് എവിടെ? ഗൾഫിലാണ്. അപ്പൊ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. അല്ല മീനു, ഈ ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. ഇടവേള ബാബു. വിദേശത്ത് ഭർത്താവുള്ള ഏതൊരു സ്ത്രീയെയും നാട്ടിലുള്ള ചില കുരുട്ട് കിളവന്മാർ ഇതുപോലെ സ്വപ്നം കാണും.
മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികൾ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു. നീയൊക്കെ കളിച്ചത് പ്രമുഖ നടന്മാർ. നാളത്തെ കൊച്ചിക്കാറ്റിൽ നിന്റെയൊക്കെ ചോരയുടെ പടം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ലിസ്റ്റ് ഇനി നീളാനേ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല. സംഭവിക്കാമെന്ന് വെച്ചാൽ കുറെ നാൾ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങാം, എന്നിട്ട് ലാസ്റ്റ് ഇത് ഈ കംപ്ലൈന്റ് ചെയ്ത് നടിമാരൊന്നും പ്രമുഖ നടിമാരൊന്നും അല്ല, ഇവരൊക്കെ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പിന്നെ ഇപ്പോഴും ചാൻസ് തേടുന്ന ആൾക്കാരാണ്. നമ്മുടെ ജയസൂര്യയുടെ കടമറ്റത്ത് എത്തുന്നവരിനി വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഇത് ഇമ്പാക്ട് ചെയ്യും കേട്ടോ, ചെറുതായിട്ടൊക്കെ ഇതെല്ലാം ഇമ്പാക്ട് ചെയ്യും. ബിക്കോസ് അവരെ ഇനി ആരാണെങ്കിലും ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു കണ്ണുകൊണ്ടേ കാണൂ, അത് സത്യം, അതൊരു നാച്ചുറൽ കാര്യമാണ്. എന്താടാ അത് നാച്ചുറൽ കാര്യമാണ്. അതല്ലാതെ ഇവർക്കൊന്നും ഒരു മണ്ണാങ്കട്ടയും വരാൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻഷ്യൽ, ദേ ഹാവ് മണി, ദേ ഹാവ് എവറിത്തിങ്. ഇനിയിപ്പോ അവർ സിനിമ അഭിനയിക്കാൻ പോയില്ലേലും അവർക്ക് കാശുണ്ട്. ധർമ്മജന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, ഒരു ജേർണലിസ്റ്റിന്റെ അടുത്ത് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്. ബിക്കോസ് ഇവനൊക്കെ ഇപ്പൊ പണമുണ്ട്, പണം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇനിയിപ്പോ എന്തും ചെയ്യാം, മനസ്സിലായില്ലേ. പക്ഷെ ചില നല്ല നടന്മാരുണ്ട്, ദേ ആർ ഹംബിൾ, എത്ര ഡൗൺ ടു എർത്ത് ആണ്. രാജുവേട്ടന്റെ ഇന്നത്തെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു നോക്ക്, എന്റെ പൊന്നോ, ആളുടെ ആ കോൺഫിഡൻസോട് അവർ സംസാരിക്കുന്നുണ്ടല്ലോ, ദാറ്റ് ആക്ഷൻസ് എടുക്കണം അങ്ങനെ ഇങ്ങനെ. ഹി ഹാസ് ഹിസ് കോൺഫിഡൻസ്, ഹി ഹാസ് ഹിസ് ക്യാരക്ടർ. അതേപോലെ തന്നെ മമ്മൂക്ക, ലാലേട്ടൻ, ഇവരൊക്കെ ഇനി ഇതേപോലെ റിയാക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.